ഡയറ്റിങ്ങിലാണോ? വെയിറ്റ് കുറയണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാ. അതെ, ഒരു സൂപ്പർ ഹെൽത്തി ചിയ പുഡിംഗ് റെസിപ്പിയാണ്. ചിയ പുഡിംഗ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഡൈജഷൻ സ്മൂത്തായി നടക്കുന്നു. വയറ് ഫുള്ളായി ഒരു ഫീൽ വരുന്നത് കൊണ്ട് തന്നെ ഓവറായിട്ട് ഈറ്റ് ചെയ്യത്തില്ല. മധുരത്തിനായി നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഫ്രൂട്ട്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും ബോഡി ഫുൾ എനർജി കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽത്തി ആണെങ്കിലും ടേസ്റ്റിനൊരു രക്ഷയില്ല. ഒന്ന് തന്നെ കഴിച്ച് മടുപ്പ് വരാതിരിക്കാൻ ഞാൻ 4 ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സമയം ഒട്ട് കളയേണ്ട, റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മാംഗോ ചിയ പുഡിംഗ് ഉണ്ടാക്കാം. അതിലേക്ക് മാംഗോ പ്യൂരിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായി ഒരു മാങ്ങ എടുത്ത് പാല് കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പ്യൂരി ഇവിടെ റെഡിയായി. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മുടെ മെയിൻ താരമായ ചിയ സീഡാണ് ചേർക്കുന്നത്. ഇത് 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് 2 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. തണുക്കാൻ മാത്രമല്ല, ഇത് നന്നായിട്ട് ചിയ സീഡ് അബ്സോർവ് ആവണം. ഇത് ഒരു ജെല്ലി പരുവം ആവുമ്പോഴാണ് നമുക്കത് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇത് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഒരു ചെറിയ സ്പൂൺ തേൻ കൂടി ചേർക്കുന്നുണ്ട്. മാങ്ങയും മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ മാത്രമേ തേൻ ചേർക്കുന്നുള്ളൂ. ഇതിന് പകരം മേപ്പിൾ സിറപ്പും ചേർക്കാം. എൻ്റെ കയ്യിൽ നാച്ചുറലായിട്ട് കിട്ടിയ തേൻ തന്നെയാണ്, അതിനാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അത് സെറ്റായി കിട്ടി. ഇനി നമുക്ക് മാങ്ങ ചെത്തി കൊടുക്കാം. മാങ്ങ ചെത്തിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാം, നല്ല ജെല്ലി കൺസിസ്റ്റൻസിയാണ്. സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പുഡിംഗ് ഉണ്ടാക്കാം നമുക്ക്. അടുത്ത ഫ്ലേവർ നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആപ്പിൾ ചിയ പുഡിംഗ് ആണ്. അതിലേക്ക് വേണ്ട ചിയ സീഡ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലും ഒരു 3 ടീസ്പൂൺ ചിയ സീഡും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്തതുപോലെ തന്നെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞു, സെറ്റായി. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു പകുതി ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ചിയ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഇനി അടുത്ത പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ ചിയ സീഡ് നേരത്തെ ഇട്ട അളവ് തന്നെ ഇട്ട് കൊടുത്ത്
പാലൊഴിച്ച് സോക്ക് ചെയ്യുന്നുണ്ട്. പാട നീക്കിയ പാലാണിത്, അത് പറയാൻ വിട്ടുപോയി. അതുപോലെ തന്നെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിനായിട്ട് ടാൻജറിയാണ് ചേർക്കുന്നത്, അതൊരു സ്പൂൺ തന്നെ. ഇതിലേക്ക് ഓറഞ്ച് ആണ് ചേർക്കുന്നത്. ഓറഞ്ച് വിറ്റാമിൻ സി നിറച്ചുള്ളതല്ലേ, ഫ്രൂട്ട്സ് എല്ലാതും നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല എനർജി ആയിരിക്കും. ഇതിനു വേണ്ടി ഓറഞ്ചാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കുരു സെപ്പറേറ്റ് ചെയ്യണം, കുരു പെടാതെ നോക്കണം, അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഡിഫറെൻ്റായിട്ട് ഇങ്ങനെ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കത്തില്ല. ഓരോ ദിവസം മാറി മാറി കഴിക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനും ആയാലും നല്ലതാണ്. ക്ഷീണമൊന്നും അങ്ങനെ അറിയത്തുമില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഇതും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ഓറഞ്ച് ചിയ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇനി നാലാമത്തെ നമ്മുടെ പുഡിംഗ് ശരിയാക്കാനായിട്ടുള്ള ചിയ സീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാതള നാരങ്ങയാണ്. മാതള നാരങ്ങ എല്ലാവർക്കും തൊലി പൊടിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതിലേക്ക് ഒരു സിമ്പിൾ ട്രിക്ക് കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ പൊളിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് മാതളം തൊലി പൊളിച്ചെടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിലേക്ക് മാതളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതും ഒരു രക്ഷയില്ലാത്ത കോംബോ തന്നെയാണ്. ഇതൊന്നും കൂടി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഫ്രൂട്ട്സും കൂടി ഇട്ട് തണുപ്പിച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടി ജെല്ലി പരിവാവും കേട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് എടുത്ത് കഴിച്ചത്, അപ്പോൾ അത് ജെല്ലി പരിവായിട്ടാണ് ഇരുന്നത്. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ചിയ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം.